നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഈ കെട്ടിടത്തിലാണ് കഴിഞ്ഞ 20 വർഷമായി കരമന പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. കഷ്ടിച്ച് ഒരു പോലീസ് ജീപ്പ് മാത്രം ഇടാം. ഇടുങ്ങിയ റോഡിലൂടെ ഒരു വാഹനത്തിന് മാത്രമേ കടന്നുപോകാൻ കഴിയൂ. പ്രതികളെ പൂട്ടിയിടാൻ സെല്ല് പോലും ഇവിടെയില്ല. സാധാരണ പോലീസ് സ്റ്റേഷൻ്റെ നിറമൊന്നുമല്ല കരമന പോലീസ് സ്റ്റേഷൻ. വാടക കെട്ടിടത്തിലായതുകൊണ്ട് തന്നെ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല, പഴയ നിറമൊക്കെയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വാഹനം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇടുങ്ങിയ റോഡാണ്, വാഹനം ഒതുക്കുന്നതിൻ്റെ പ്രയാസമുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സ്റ്റേഷനാണ് കരമന. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ച വാഹനങ്ങൾ സൂക്ഷിക്കാനും സ്ഥലമില്ല. കരമനയിലെ അഗ്രഹാര തെരുവിന് നടുവിലുള്ള പോലീസ് സ്റ്റേഷൻ നാട്ടുകാർക്കും വലിയ പൊല്ലാപ്പാണ്. കഴിഞ്ഞ ഒരു 21 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കും. ഞങ്ങളുടെ വീട്ടിലൊരാൾക്ക് അസുഖം വന്നു, വീട്ടിനകത്തു നിന്ന് കാറിലോ ആംബുലൻസിലോ കയറ്റുന്ന സമയം പോലും ഞങ്ങൾക്ക് വലിയ പുറകെയും ഫ്രണ്ടിലും വേറെ വണ്ടികൾ വന്ന് ഹോൺ അടിക്കുകയും എന്തെടുത്ത് മാറ്റാത്തെന്നുള്ള ചോദ്യങ്ങളും ഞങ്ങളുടെ വണ്ടികൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ തട്ടുകയും മുട്ടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രാവിലെ ഞങ്ങൾ ഈ കോലം ഇടുകയും അതുപോലത്തെ ഞങ്ങളുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് കുറേയേറെ ഞങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നെങ്കിലും ഇപ്പോൾ അവർക്ക് പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് പോകണതിൽ താല്പര്യം. അവർക്ക് നല്ല സേഫ്റ്റിയാണ്, പിന്നെ വേറെ ശല്യങ്ങളൊന്നുമില്ല, എല്ലാം ജെന്റിൽമാൻമാരാണ്. പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ പലപ്പോഴും പദ്ധതിയിട്ടെങ്കിലും എല്ലാം പാതി വഴിയിൽ നിലച്ചു. ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് പോലീസ് സ്റ്റേഷൻ 2 കോടി രൂപ അനുവദിച്ചത്. ഇനിയൊരു സ്റ്റേഷൻ വരുമ്പോൾ ആധുനിക സൗകര്യം മാതിരി ഉണ്ടാകും. നല്ലൊരു സ്റ്റേഷൻ പണിയാണ്. ഇവിടെ ഒരു ലോക്കപ്പ് റൂമില്ല. ഇത്രയും വർഷം കൊണ്ട് 20 വർഷം കൊണ്ട് പാറാവുകാരെ പോലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസരം ഉണ്ടായി. കരമന SHO അനൂപ്, പോലീസ് അസോസിയേഷൻ പ്രതിനിധി CPO ശ്യാം മോഹൻ എന്നിവരാണ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പോലീസ് സ്റ്റേഷന്റെ ഈ അവസ്ഥ എത്തിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.